35ഓളം വീട് ലൈഫിലായിട്ടും PMAY ആയിട്ടും കുടിവെള്ളം തന്നെയാണ് സാറേ നമ്മുടെ ഏറ്റവും പ്രധാനം. രോഗികൾ 19ഓളം നമ്മുടെ മാലിന്യം എന്നല്ല എല്ലായിടത്തും അത് ഇതുള്ളതും അത് ഇപ്പൊ കുറെയെല്ലാം നമുക്ക് കുറഞ്ഞ് സ്മാർട്ട് അംഗൻവാടി ഇപ്പോൾ നമ്മുടെ വികസനം കാസർഗോഡ് വികസനം ഇത് പാക്കേജിൽ വന്നിട്ട് വാട്സപ്പ് ഉപയോഗിക്കാനും ഫോൺ ഉപയോഗിക്കാനും അതിൽ പെട്ടെന്ന് എങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ അവരെക്കെല്ലാം പഠിപ്പിച്ചു കൊടുക്കാം. പ്രശ്നങ്ങളുണ്ടെങ്കിലും അവിടെ പോയി നമ്മൾ പരിഹരിക്കാൻ പറ്റി. വാട്ടർ ഷെഡിന് മുഖാന്തരം നമ്മുടെ ഒരു ഏരിയ കണ്ടുപിടിച്ചിട്ട് അവർ ആ ഏരിയയിൽ പിന്നെ ചെരിവ് അനുസരിച്ചിട്ട് അത് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് നമ്മുടെ വാർഡ് ആദ്യമായിട്ട് വേണ്ടത് വെള്ളത്തിൻ്റെതും പിന്നെ നമുക്ക് ഓട നിർമ്മാണം. നമ്മുടെ കുന്നും പ്രദേശമാണ്. അപ്പോൾ ഈ വെള്ളമെല്ലാം ഒഴുകി വന്ന് നമസ്കാരം. ബളാൽ പഞ്ചായത്ത് 2ാം വാർഡ് അത്തിക്കടവ് മെമ്പർ പത്മാവതി ചേച്ചി. 2020 മുതൽ 2025 വരെ ഈ ഒരു കാലയളവിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് സ്വന്തം വാർഡിൽ നടത്തിയത്? അതിനെക്കുറിച്ചൊന്ന് വിശദമായി പറയാം. ഞാൻ റോഡ് മേഖലയിൽ നല്ല പ്രവർത്തനം വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 1.5 കോടിയോളം റോഡ് വികസനത്തിനും പിന്നെ അനുബന്ധമായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഒരു സ്മാർട്ട് അംഗൻവാടിയായിട്ടും നമ്മുടെ ഇത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റോഡുകൾ അത് തന്നെ ഓട നിർമ്മാണം അതെല്ലാം റോഡിന് വേണ്ടി അനുവദിച്ചിരിക്കുന്ന മുഴുവൻ ഫണ്ടുകൾ ഉപയോഗിക്കാൻ സാധിച്ചിട്ടുണ്ട്. കാരണം ഒരു നാടിന്റെ വികസനത്തിന്റെ ആദ്യ കാഴ്ചകൾ റോഡിലാണ് ഉണ്ടാവുക. അതെ. അപ്പോൾ ആ വാർഡിലെ എല്ലാ റോഡുകളും നല്ല രീതിയിൽ റീടാർ ചെയ്ത് പുതിയ റോഡുകൾ ഉണ്ടാക്കി ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് കാഴ്ചവെച്ചെന്ന് പറയാമോ? അതെല്ലാം എല്ലാ ഭാഗത്തിലും അരീക്കര ഭാഗം അതുപോലെ തന്നെ പിന്നെ അരിങ്കല്ല് ഭാഗം അങ്ങനെ ഉന്നതി റോഡുകൾ അതെല്ലാം നന്നായി ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരു റോഡ് മാത്രം ഇപ്പോൾ ഒരു ടെൻഡർ വിട്ടിട്ടുണ്ട്. അത് എടുത്തില്ല. അത് മാത്രം ഒന്ന് മാറ്റിയിട്ടുണ്ട്, പൂർത്തിയാക്കി വെച്ചിരിക്കുന്നുണ്ട്. ഞാൻ ഇറങ്ങുമ്പോഴത്തേക്ക് അത് ചെയ്തു. ഭവന പദ്ധതികളെ കുറിച്ച് ഭവന പദ്ധതി 35ഓളം വീട് ലൈഫിലായിട്ടും PMAY ആയിട്ടും ചെയ്തിട്ടുണ്ട്. അതിലിപ്പോൾ ഒരു ഗഡു കിട്ടിയത് കുറച്ച് വീട് ഒരു 2-3 വീടുണ്ട്. അതുപോലെ തന്നെ പൂർത്തിയാവാത്തത് ബാക്കി എല്ലാ പണിയും ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ഒരു 10-15 വീട് ഫുള്ള് താമസം തുടങ്ങിയ വീടുകളും ആയിട്ടുണ്ട്. 35ഓളം വീടുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട്, സാധിച്ചിട്ടുണ്ട്. കൃഷി ബളാൽ എന്ന് പറയുന്നത് മലയോര മേഖലയാണ്. കൃഷിക്ക് വളരെയധികം പ്രാധാന്യമുള്ള ഒരു മേഖലയാണ്. കൃഷി വികസനത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്? കൃഷി നമ്മൾ പഞ്ചായത്ത് പദ്ധതിയിൽ വെച്ചിട്ട് തന്നെ പിന്നെ വളങ്ങൾ അത് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാ ഗുണഭോക്താക്കൾക്കും ഏകദേശം എല്ലാം പറയാൻ പറ്റില്ല, എന്നാലും ഏകദേശം വെച്ച അപേക്ഷകൾ വന്നവർക്ക് എല്ലാവർക്കും നമ്മ പഞ്ചായത്ത് മുഖാന്തരം എന്തൊക്കെ കൃഷികളാണ് മാഡത്തിന്റെ വാർഡിൽ കൂടുതലായിട്ട് തെങ്ങ് കൃഷി, കവുങ്ങ് കൃഷി, അതുപോലെ തന്നെ വാഴ, അങ്ങനെയുള്ള എല്ലാ കൃഷികളും, റബ്ബറായാലും റബ്ബർ വെക്കുന്നതിന് കുഴി തൊഴിലുറപ്പിലായിട്ടും അത്തരം കൃഷികൾക്ക് കൃഷി വിഭാഗവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് ചെയ്തു കൊടുക്കാൻ സാധിച്ചായി ഓർമ്മിക്കാൻ പറ്റും? കൃഷിയായിട്ട് അങ്ങനെ വലിയതായിട്ട് അങ്ങനെ നമ്മളായിട്ട് ചെയ്യാൻ പിന്നെ ഈ വളങ്ങളെല്ലാം കൊടുക്കാനും അവർക്ക് വേണമെന്ന് അവർക്ക് എന്താ ആവശ്യങ്ങളുണ്ടെങ്കിലും അത് കൊടുക്കാൻ വേണ്ടിയിട്ടില്ല പഞ്ചായത്തിൽ വന്ന് പറഞ്ഞ് അവരെ പദ്ധതിയിൽ വെച്ചിട്ട് കൊടുക്കാൻ പറ്റാൻ സാധിച്ചിട്ടുണ്ട്. ക്ഷീരവികസനത്തിനും ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പശുക്കളെ ഇപ്പോൾ 3 ഇഴവായിട്ടും നമ്മളെ പശുക്കളെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. നമ്മളെ വാർഡിൽ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അത് ST മേഖലയിലും ജനറൽ മേഖലയിലായാലും കൊടുക്കാൻ ആടിനും അതേപോലെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ST മേഖലയിലും കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്, പിന്നെ ജനറൽ മേഖലയിലും കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ടുന്ന സബ്സിഡിയോ കാര്യങ്ങളെല്ലാം നമ്മൾ പഞ്ചായത്ത് പദ്ധതിയിൽ വെച്ചിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. മാഡം, ഈ ബളാൽ മേഖലയിൽ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് കുടിവെള്ള പ്രശ്നം. കുടിവെള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ട് മാഡത്തിന്റെ വാർഡിൽ എന്തൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്? കുടിവെള്ളം തന്നെയാണ് സാറേ നമ്മുടെ ഏറ്റവും പ്രധാനം. അനുഭവിക്കുന്നതും അത് തന്നെയാണ്. അതിന് ജലനിധിയുടെ പദ്ധതി ഞാൻ വരുന്നതിന് മുമ്പേ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചെയ്യാൻ ഇപ്പോഴും അത് ഒരു പ്രാവശ്യം ആ വർഷം ഒന്ന് ചെയ്തു കൊടുത്തതല്ലാതെ അതിൽ വെള്ളം ഇതുവരെ എടുക്കാൻ പറ്റിയിട്ടില്ല.
പൈപ്പും കാര്യങ്ങളും എല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട്. റോഡ് വികസനം എന്ന് പറഞ്ഞ് വന്നപ്പോൾ പൈപ്പെല്ലാം പൊട്ടുകയും അത് പിന്നെ അതിനെ നന്നാക്കാനുള്ള ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ അത് ടെൻഡർ ആയി വെച്ചിട്ടുണ്ട്. ടെൻഡർ എടുക്കും. ഇപ്പം മറ്റന്നാൾ ടെൻഡർ ഇടാൻ പോകുന്നുണ്ട്. ഇപ്പോഴും ആളുകൾ സാധാരണ പ്രകൃതിജന്യമായ സ്രോതസ്സുകൾ എടുക്കുന്നത്. ആരോഗ്യ മേഖലയെ കുറിച്ച് ആരോഗ്യ മേഖലയെ പാലിറ്റീവ് കെയർ അവര് പൂർണ്ണ നമ്മുടെ സപ്പോർട്ടാണ്. അവർ എല്ലാവരും കൂടെ നമ്മൾ വീട് സന്ദർശനത്തിനായിട്ട് പാലിറ്റീവ് കെയറിനെ ഒന്നിച്ച് നമ്മൾ പോകാറുണ്ട്. അതുപോലെ തന്നെ അവർ കിടപ്പ് രോഗികളുണ്ട്, കിഡ്നി രോഗികളുണ്ട്, ക്യാൻസർ രോഗികളുണ്ട്. ഇവരെല്ലാം രോഗികൾ 19ഓളം നമ്മുടെ വാർഡിലുണ്ട്. 19ഓളം ആളുകളെ പാലിയേറ്റീവ് കെയറുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. ഇപ്പൊ കുറച്ച് പേര് 5-6 പേര് ചെയ്തു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മൾ അത് ചെയ്യുന്നുമുണ്ട്. പിന്നെ അവരെ വീടുകളിലെല്ലാം നമ്മൾ സന്ദർശനം നടത്താറുണ്ട്. ഇപ്പോൾ അവർക്ക് വേണ്ടുന്ന എന്ത് ഉപകരണങ്ങളും വീൽ ചെയർ അങ്ങനെയെല്ലാം നമ്മൾ പാലിറ്റീവുമായി ബന്ധപ്പെട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാം. ശുചിത്വം, മാലിന്യ സംസ്കരണം, ഈ മേഖലയിൽ വാർഡിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ആ മേഖലയിൽ മാഡത്തിന് സംസാരിക്കാനുള്ളത്? മാലിന്യം എന്നല്ല എല്ലായിടത്തും നല്ല ഇതുള്ളതും അത് ഇപ്പോൾ കുറേയെല്ലാം നമുക്ക് കുറഞ്ഞിട്ടാന്നുള്ളത്. ഈ ഇങ്ങനെയുള്ളൊരു പദ്ധതി വന്നതുകൊണ്ട് വന്നതുകൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിനൊരു MCF നമ്മുടെ വാർഡിൽ മിനി MCF നിർമ്മിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ പിന്നെ 2 ഇതിൻ്റെ ഹരിതകർമ്മ സേനാംഗങ്ങളുണ്ട്. അവർ വീടുകളിൽ മാസം തോറും എല്ലാ വീടുകളിലും കയറി ഇറങ്ങുന്നുണ്ട്. അവർ കൃത്യമായി എല്ലാവരും അതിൻ്റെ യൂസർ ഫീ നൽകുകയും അതിന് വേണ്ട സഹകരണം ജനങ്ങളുടെ ഭാഗത്തുനിന്നും നമുക്കുണ്ട്. അപ്പോൾ അവർ എല്ലാവരും അത് പൂർണ്ണമായി സഹകരണം ഉണ്ട്. സാമൂഹ്യക്ഷേമ മേഖല, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പിന്നെ നമുക്ക് 3-ാം വാർഡിലാണ്. എൻ്റെ വാർഡിൽ സ്കൂളുകൾ ഇല്ല, അംഗൻവാടികൾ മാത്രമേ ഉള്ളൂ, സ്കൂളുകളില്ല. അത് 3-ാം വാർഡിലെ സ്കൂളായിട്ട് അന്ന് നമ്മുടെ നമ്മുടെ വിദ്യാഭ്യാസപരമായിട്ട് സ്ഥാപനമാണ്. അതിന് നമ്മ പിന്നെ ഒരു സ്മാർട്ട് അംഗൻവാടി ഇപ്പോൾ നമ്മുടെ പിന്നെ കാസർഗോഡ് വികസന ഇത് പാക്കേജിൽ വന്നിട്ട് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ പൂർത്തിയായി. പിന്നെ കറണ്ട് കണക്ഷൻ കിട്ടിയാൽ അത് ഉദ്ഘാടനത്തിലേക്ക് എത്തിയിട്ടുണ്ട് സാധിക്കും. യുവജനക്ഷേമ പദ്ധതികൾ എന്തൊക്കെ നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട്? അവർ ക്ലബ്ബുകളെല്ലാം ഉണ്ട്. അവരുമായിട്ട് നമ്മൾ എല്ലാ സഹകരണവും പിന്നെ പരിപാടികളും എല്ലാം നമ്മൾ നടത്താറുണ്ട്. പിന്നെ വിശേഷപ്പെട്ട ദിവസങ്ങളിലെല്ലാം എല്ലാ കുട്ടികളെയും യുവജനങ്ങളെല്ലാം കൂട്ടി നമ്മൾ ഇത് സംഘടിപ്പിക്കാറുണ്ട് പരിപാടികളെല്ലാം. അതിനെല്ലാം നമ്മളെല്ലാവരും സഹകരണം ഉണ്ടാകാറുണ്ട് എല്ലാവരുടെയും. മാഡം, തുടർ വിദ്യാഭ്യാസം, സാക്ഷരതാ പദ്ധതികൾ ഇവയിൽ ഏതൊക്കെ നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട്? എന്താണ് ആ ഒരു വാർഡിനെ കുറിച്ച് പറയാനുള്ളത്? സാക്ഷരത പറഞ്ഞാൽ ഇപ്പം എല്ലാവർക്കും എഴുതാനും വായിക്കാനും പിന്നെ ക്ലബ്ബ് മുഖാന്തരം തന്നെ എഴുതാനും വായിക്കാനും അറിയാത്ത ഉള്ളവരെല്ലാം മുതിർന്നവരെല്ലാം നമ്മൾ അത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അവരെല്ലാം ഒന്ന് പേരെഴുതി ഒപ്പിടാനുള്ള നമ്മൾ എല്ലാവരും എത്തിച്ചിട്ടുണ്ട്. പോയിട്ട് അവരെ കണ്ട് അവരോട് സംസാരിച്ച് ഇപ്പോൾ എല്ലാവരും പേരെഴുതി ഒപ്പിടാനുള്ള ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ ഇപ്പോൾ ഫോണിൻ്റെ ഇപ്പോൾ പഞ്ചായത്തിൽ തന്നെ അതൊരു ആയിട്ടുണ്ടായിരുന്നു. അത് പിന്നെ വാട്സപ്പ് ഉപയോഗിക്കാനും ഫോൺ ഉപയോഗിക്കാനും അതിൻ്റെ പെട്ടെന്ന് എങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ അവരെക്കെല്ലാം പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. പഞ്ചായത്തിൽ വെച്ചിട്ട് അത് ചെയ്യാൻ എല്ലാവരും പഠിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ന് കേരളത്തിലെ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു മേഖലയാണ് തൊഴിലുറപ്പ്, കുടുംബശ്രീ. ജോലിയില്ലാത്ത സ്ത്രീകൾക്ക്, വരുമാനമില്ലാത്ത സ്ത്രീകൾക്ക്, വീട്ടമ്മമാരായ ആളുകൾക്ക് നല്ല രീതിയിൽ ഒരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു മേഖലയാണ് തൊഴിലുറപ്പ് എന്ന് പറയുന്നത്. മാഡം പ്രത്യേകിച്ച് ഒരു സ്ത്രീയാണ്. എത്രമാത്രം ആ ഒരു വാർഡിന് വേണ്ടി തൊഴിലുറപ്പ് മേഖലയിലും കുടുംബശ്രീ മേഖലയിലും ആളുകൾ ഉൾപ്പെടുത്താനും അവർക്ക് ഒരു വരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. കുറേ പേര് അതിനെ കൊണ്ട് തന്നെ ഉപജീവന മാർഗം തേടിയവരാണ് നമ്മുടെ വാർഡിൽ. ഒരു 150 പേരോളം നമ്മളിപ്പോൾ പണിയെടുക്കുന്ന ആൾക്കാരുണ്ട്. അവർ നല്ല അഭിപ്രായമാണ്. അവർക്കും നമ്മളുമായിട്ട് നല്ല സഹകരണമാണ്. അവർ നമ്മുടെ അടുത്ത് വന്നാലും നമ്മൾ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അവിടെ പോയി നമ്മൾ പരിഹരിക്കാൻ പറ്റിയിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് അവരിലൂടെ ചെയ്തെടുക്കാൻ? നമ്മുടെ പിന്നെ വികസനം എന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ കർഷകർക്ക് വേണമെന്ന് പിന്നെ എന്താണോ പറ്റുന്നത് ആ പ്രദേശത്ത് എന്താണോ വേണ്ടത് അത് അനുസരിച്ചിട്ട് അവർ അപേക്ഷകൾ വെച്ച് അവർക്ക് നമ്മൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ കവുങ്ങ്, തെങ്ങ് കുഴികളും അതുപോലെ തന്നെ പിന്നെ ജൈവവേലി, അതുപോലെ പിന്നെ കല്ല് കയ്യാല, ഇതെല്ലാം ഏകദേശം നമ്മുടെ വാർഡിൽ പൂർത്തീകരിക്കാൻ പറ്റിയിട്ടുണ്ട് തൊഴിലുറപ്പ് പദ്ധതിയിൽ. പിന്നെ വാട്ടർ ഷെഡിൻ്റെ
പദ്ധതിയും നമ്മുടെ വാർഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. വിശദമായി പറയാം. വാട്ടർ ഷെഡിൽ മുഖാന്തരം നമ്മുടെ ഒരു ഏരിയ കണ്ടുപിടിച്ചിട്ട് അവർ ആ ഏരിയയിൽ പിന്നെ ചെരിവ് അനുസരിച്ചിട്ട് അത് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് നമ്മുടെ വാർഡ് അത്തിക്കടവ്, അരിങ്കല്ല്, അത്തിക്കടവ്, അരീക്കര ഈ ഭാഗം ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മുടെ റോഡ് സൈഡല്ല, മറ്റേ തോടിൻ്റെ സൈഡ് കെട്ടാനും പിന്നെ റീചാർജിങ് അതെല്ലാം ചെയ്യാൻ വേണ്ടി, വെള്ളം കെട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് കുളം പോലെയുള്ള പദ്ധതികളെല്ലാം അവിടെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമ്മുടെ വാർഡിൽ കുറെയെല്ലാം അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് ഉപയോഗിക്കാൻ സാധിച്ചിട്ടുണ്ട്. പൂർണ്ണമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ആൾക്കാർ ഉപകാരപ്പെടുന്ന രീതിയിലായിട്ടുണ്ട്. 4 ഇടത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്, കുളം പോലെ കിട്ടിയിട്ട് എല്ലാ വീടുകളും. പിന്നെ വീടിൻ്റെ റീചാർജ് ചെയ്തു കൊടുത്തിട്ടുണ്ട്. മഴവെള്ള സംഭരണി പോലെ ആക്കി കൊടുത്തിട്ടുണ്ട്. എല്ലാ വീടുകൾക്കും സാധ്യം ഏകദേശം എല്ലാ വീടും അല്ല, കുറച്ചുണ്ട്. പിന്നെ സോപ്പിറ്റ് എല്ലാ വീടുകളിലും ചെയ്യാൻ പറ്റും. 150-150ഓളം വീടുകളിൽ. പട്ടികജാതി പട്ടിക വിഭാഗം ആളുകൾക്ക് വേണ്ടി എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് മാഡത്തിന് കാഴ്ചവെക്കാൻ സാധിച്ചത്? അവർക്ക് തൊഴിൽ കുടുംബശ്രീ മുഖാന്തരവും അല്ലെങ്കിൽ എസ് ടി മേഖലയിലും കൂടി നമുക്ക് അതിന് വെക്കാൻ കോഴി, ആട് ഇങ്ങനെയെല്ലാം വെച്ച് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ടില്ല. അതിന് ഇങ്ങനെയുള്ള ഒരു ചെറിയ പദ്ധതികളാക്കിയിട്ട് വെച്ച് പശുക്കള അതുപോലെ ഇതെല്ലാം വെച്ച് അവർക്ക് കൊടുത്തിട്ടുണ്ട്. അവർ എല്ലാ ആട് വളർത്തുക ഉണ്ട്, അതുപോലെ പശു വളർത്തുന്നതുമുണ്ട്. കുറേ കുടുംബങ്ങൾ 10-15ഓളം കുടുംബങ്ങൾക്ക് നമ്മൾ ആടിനെ കൊടുത്തിട്ടുണ്ട്. അവരിപ്പോൾ അത് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ 2020 നിലവിൽ വന്ന ഈ ഒരു പഞ്ചായത്ത് ഭരണസമിതി 2025 ഇപ്പോൾ ഏകദേശം പൂർത്തിയാക്കാൻ, അവരുടെ കാലാവധി പൂർത്തിയാക്കാനുള്ള ഒരു സമയമായിരിക്കുകയാണ്. 2020 ഈ വാർഡ് മെമ്പറായി ചാർജ് എടുക്കുമ്പോൾ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, കുറേയേറെ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ടാവും. അതിൽ എന്തൊക്കെ പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ട്, എത്രമാത്രം? അത് ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ പറയാം, എനിക്കൊരു അംഗനവാടിയിൽ നമ്മുടെ വാർഡിൽ ഒരു അംഗനവാടിക്ക് സ്ഥലവുമില്ല, ഒരു കമ്മ്യൂണിറ്റി ഹാൾ മാത്രമേ ഉള്ളൂ. അതിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്ന ഒരു അംഗൻവാടി. ഇപ്പോൾ ഒരു സ്മാർട്ട് അംഗൻവാടി കിട്ടിയത് എനിക്കിപ്പോൾ ഇറങ്ങുന്നതിന് മുമ്പ് അത് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഇറങ്ങാനുള്ള ഒരു ആത്മാർത്ഥ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഉദ്ഘാടനം ചെയ്തിട്ടാണ് പിന്നെ വെള്ളത്തിൻ്റെ അത് അരീക്കരയും അരിങ്കല്ലും ജലനിധിയുടെ അതൊന്നും പൂർത്തീകരിക്കണമെന്ന ആഗ്രഹം മനസ്സിൽ അന്ന് വന്നതാണ്. ഇന്നും അത് തന്നെയാണ്. അത് ഇപ്പോഴും സാധിച്ചിട്ടില്ല. എന്നാലും എനിക്ക് ഏകദേശം തുടങ്ങി വെച്ചിട്ട് പോകാന്നില്ലാന്നുള്ളത്. സാധിച്ചത് ഈ അംഗനവാടി അല്ലാതെ വേറെ എൻ്റെ വാർഡിൽ ഹൈമാസ് ലൈറ്റ് നമ്മ നാല് ഉന്നതികളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെ റോഡിൻ്റെതും ആയാലും പിന്നെ അങ്ങനെ വലിയ മേഖലകളിൽ എല്ലാ മേഖലകളിലും എന്നാ പറ്റുന്നത് നമുക്ക് ഇവിടുന്ന് ഒരു ഇതുണ്ടാവുമല്ലോ, അതനുസരിച്ചിട്ട് നമുക്ക് കിട്ടുന്ന പൈസ കൊണ്ട് നമ്മ എല്ലാം അതുപോലെ ചെയ്തിട്ടുണ്ട്. മാഡത്തിന്റെ വാർഡിനെ കുറിച്ചോ പ്രവർത്തനങ്ങളെ കുറിച്ചോ പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ട്? നമ്മുടെ വാർഡിൽ ആദ്യമായിട്ട് വേണ്ടത് വെള്ളത്തിൻ്റെതും പിന്നെ നമുക്ക് ഓട നിർമ്മാണം. നമ്മുടെ കുന്നും പ്രദേശമാണ്, അപ്പോൾ ഈ വെള്ളമെല്ലാം ഒഴുകി വന്ന് ഓടയില്ല. അത് നമുക്ക് ഓടയുണ്ടാക്കി എല്ലാ റോഡിനും, നമ്മളെ വാർഡിന് മാത്രമല്ല എല്ലാ റോഡിനും ഓടയുണ്ടാക്കി കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് എത്താനുള്ളത് ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇല്ലെങ്കിൽ വെള്ളം പോയി നമ്മളെ റോഡെല്ലാം മൊത്തം പോകുന്നത് അങ്ങനെയാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഈ റോഡ് നിർമ്മാണത്തിൽ തന്നെ ഓട നിർമ്മാണം ആവശ്യമാണ്. അത് ഒരു നിർദ്ദേശം വെക്കുന്നു ഞാൻ. ഓക്കെ മാഡം, ഏതായാലും ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിന് സന്തോഷം. നമസ്കാരം.